നമസ്കാരം. ഞാൻ അഡ്വക്കേറ്റ് പോളച്ചൻ പുതുപ്പാറ. ഇന്ന് മഴ ചിന്നം ഭിന്നം പെയ്തുകൊണ്ടിരിക്കുന്ന ഈ രാത്രിയിൽ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ആസ്ഥാനമായ എറണാകുളം ബ്രോഡ്വേയിലുള്ള ബിഷപ്പ് ഹൗസിന്റെ സമീപത്തുള്ള സഭയുടെ ആസ്ഥാന ദേവാലയമായ കത്തീഡ്രൽ പള്ളി, അതിൻ്റെ മുൻപിൽ സഭയോടൊപ്പം നിൽക്കുന്ന ഒരു പറ്റം വിശ്വാസികൾ രാപകൽ സമരം, സത്യാഗ്രഹം, പ്രാർത്ഥനായജ്ഞം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സഭയോടൊപ്പം നിൽക്കുന്നു, സഭയെ സ്നേഹിക്കുന്നു എന്നതുകൊണ്ട് മാത്രം അവരിന്ന് അനുഭവിക്കുന്ന ക്ലേശങ്ങൾക്ക് കണക്കില്ല. സിനഡ് പിതാക്കന്മാർ ഏകീകൃത കുർബാനക്രമം എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നടപ്പിലാക്കി. എറണാകുളം അങ്കമാലിയിലെ വൈദികർ അത് നടപ്പിലാക്കാൻ വിസമ്മതിച്ചത് മൂലം ഇവിടെ ഉണ്ടായിരിക്കുന്ന ഈ പ്രതിസന്ധി ഇന്ന് വിശ്വാസികൾ രണ്ട് ചേരികളായി തിരിഞ്ഞിരിക്കുന്നു. ഇവിടെ സഭയുടെ തലവനായിരിക്കുന്ന തട്ടിലും ഇവിടത്തെ വികാരിയായിരിക്കുന്ന പാമ്പ്ലാനിയും വിശ്വാസികളെ, സഭയോടൊപ്പം നിൽക്കുന്ന വിശ്വാസികളെ വഞ്ചിച്ചുകൊണ്ട് അവർ വൈദിക സമ്മേളനം വിളിച്ചുകൂട്ടാൻ പോകുന്ന റിന്യൂവൽ സെന്ററിൽ വിളിച്ചിരിക്കുന്നു. സമവായം നടപ്പിലാക്കാനത്രേ. ഈ ഏകീകൃത കുർബാന തന്നെ ഒരു സമവായമല്ലേ? ബിഷപ്പ് സിനഡിനുണ്ടാക്കിയ സമവായം. ഇതിനെ അട്ടിമറിക്കണം തട്ടിലും പാമ്പ്ലാനി. ഇതുപോലെ വൃത്തികെട്ട ഒരു സഭാതലവനെ 4 വോട്ട് കിട്ടിയിട്ടും കല്ലറങ്ങാട്ട് പിതാവിനെ പോലെയുള്ളവർ മടിച്ചു നിന്നപ്പോൾ 4 വോട്ട് കിട്ടിയ തട്ടിൽ ബിഷപ്പായി. കളങ്കിതമായ വ്യക്തിത്വത്തിനുടമ, കന്യകാസ്ത്രീ പീഡന ആരോപണം പുസ്തകങ്ങളിലൂടെ വന്ന വ്യക്തി, ആ തട്ടിലിനെ സഭയുടെ തലവനാക്കുന്നത് വഴി സീറോ മലബാർ സഭ അപമാനിക്കപ്പെട്ടു എന്നതാണ് സത്യം. ഇപ്പോൾ അദ്ദേഹം വിമതരോട് ചർച്ച ചെയ്ത് ഇല്ലാത്ത പ്രസ്ബിറ്ററൽ കൗൺസിൽ വൈദിക സമിതി വിളിക്കുന്നു. ഇവിടെ സമവായം നടപ്പിലാക്കാൻ എത്തിക്കുന്നു. ഇരിങ്ങാലക്കുട രൂപതയിലെ ഒരു വൈദികൻ പറഞ്ഞത് എന്നെ ഞെട്ടിച്ചു. എറണാകുളം അങ്കമാലിയിൽ സമവായം നടപ്പിലാക്കിയതിന് ശേഷം ഞങ്ങൾ ഇരിങ്ങാലക്കുടയിലെ ജനാഭിമുഖ കുർബാന ഇഷ്ടപ്പെടുന്ന വൈദികർ ഇവിടെ ഈ സമവായം ഉണ്ടാക്കാൻ വേണ്ടി ഞങ്ങൾ സമരം ആരംഭിക്കും. ഇരിങ്ങാലക്കുടയിൽ അത് തൃശ്ശൂരിലും നടത്തും. തൃശ്ശൂരിൽ അതിരൂപതയിൽ സമവായം ആഗ്രഹിക്കുന്ന വൈദികരുണ്ടത്രേ, പാലക്കാടുമുണ്ട്. അങ്ങനെ 6-7 രൂപതകളിൽ 10-25 കൊല്ലം മുന്നേ വർക്കി വിധേയത്തിൽ പിതാവിന്റെ കാലത്ത് സിനഡിന്റെ തീരുമാനത്തെ അട്ടിമറിച്ചുകൊണ്ട് 6-7 രൂപതകളിൽ പഴയ രീതിയിൽ ജനാഭിമുഖ കുർബാന നിലവിൽ വന്ന് ഓർക്കുന്നുണ്ടല്ലോ. ഇവിടെ എറണാകുളം അങ്കമാലിയിൽ 35-34 രൂപതകളിൽ നടപ്പാക്കിയ അൾത്താരാഭിമുഖ കുർബാന ഏകീകൃത സിനഡ് കുർബാന എറണാകുളം അങ്കമാലിയിൽ സമവായം വഴി തട്ടിലും പാമ്പ്ലാനിയും അട്ടിമറിച്ചാൽ ഇതിന്റെ ദൂരവ്യാപകമായ ഭവിഷ്യത്ത് മറ്റ് രൂപതകളിലേക്കും ഈ സമവായം വരും. ഏകീകൃത കുർബാനക്രമം അട്ടിമറിക്കുമെന്നതാണ്. പൗരസ്ത്യ സഭകളുടെ കിരീടമെന്ന് വിളിക്കപ്പെട്ട മാർ പൗവത്തിൽ പിതാവ് കാരം ചെയ്തിട്ട് ചുരുങ്ങിയ കാലമേയായിട്ടുള്ളൂ. ഏകീകൃത കുർബാനക്രമം പൗരസ്ത്യ കൽതായ രീതികളിലേക്ക് തിരിച്ചു പോകാൻ വേണ്ടി പൗവത്തിൽ പിതാവ് ദർശനം ചെയ്ത ഏകീകൃത കുർബാനക്രമം അത് നടപ്പിലാക്കാനുള്ള ശ്രമത്തിൽ പാലായിലെയും ചങ്ങനാശ്ശേരിയിലെയും മെത്രാന്മാര്, അങ്ങ് നമ്മളൊക്കെ വീരപുരുഷന്മാരായി കരുതുന്ന പാലായിലെ ആ കല്ലറങ്ങാട്ട് പിതാവും, ചങ്ങനാശ്ശേരിയിലെ തറയിൽ ആർച്ച് ബിഷപ്പും, പെരുന്തോട്ടം പിതാവും ഒക്കെ അവരിവിടെ നിർവികാരതയോടെ നിൽക്കുന്ന കാണുമ്പോൾ എനിക്ക് പറയേണ്ടി വരും, ആ പൗവത്തിൽ പിതാവിന്റെ ആത്മാവ് നിങ്ങളോട് ക്ഷമിക്കില്ല. കല്ലറങ്ങാട്ട് പിതാവിനെ പറ്റി ഞങ്ങളൊക്കെ ധരിച്ചിട്ടുള്ളത് നമ്മുടെ സഭയിൽ അങ്ങ് ചാവറ കുര്യാക്കോസ് ഏലിയാസച്ചൻ 200 വർഷം മുമ്പ് സഭയുടെ വികാരി ജനറലായിരിക്കുമ്പോൾ റോക്കോസിന്റെ ശീഷ്മയ്ക്കെതിരായി കേരളത്തിലെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ പള്ളികളിൽ കടന്നു വന്ന് പ്രസംഗിച്ച് വിശ്വാസികളെ കയ്യിലെടുത്തത് ആ ചാവറ കുര്യാക്കോസ് ഏലിയാസച്ചനെ പോലെ ധാർമ്മികമായ ധീരതയും കരുത്തും ഉള്ള പാലായിലെ കല്ലറങ്ങാട്ട് പിതാവ് ഈ സഭയിലെ പ്രതിസന്ധിയിൽ, എറണാകുളം അങ്കമാലിയിലെ പ്രതിസന്ധിയിൽ സഭയുടെ നേതൃത്വം ഏറ്റെടുത്ത് സഭയെ ലിത്തീനീകരണത്തിന്റെ അവശിഷ്ടങ്ങളിൽ നിന്ന് രക്ഷിച്ച് നമ്മുടെ പൗരാണികമായ സ്വത്വബോധം വീണ്ടെടുക്കാൻ കല്ലറങ്ങാട്ട് പിതാവിന് കഴിയുമെന്നാണ് സഭയോടൊപ്പമുള്ള വിശ്വാസികൾ വിശ്വസിക്കുന്നത്. പക്ഷേ അദ്ദേഹത്തിൻ്റെയും തറയിൽ പിതാവിൻ്റെയും പെരുന്തോട്ടം പിതാവിൻ്റെയും ഒക്കെ മൗനം ഞങ്ങളെ ആഴത്തിൽ വേദനിപ്പിക്കുന്നു എന്ന് മാത്രമല്ല, ഇവിടെ ഉണ്ടാക്കുന്ന ഈ സമവായം ഇത് സിനഡിന്റെ തീരുമാനത്തെ അട്ടിമറിച്ചുകൊണ്ട് വീണ്ടും ചരിത്രം 20 വർഷം പിറകോട്ട് കൊണ്ടുപോകാൻ പോവുകയാണ്.
ഈ അപകടം ഞങ്ങൾ മണത്തറിയുന്നു. അല്ലയോ സഭാപിതാക്കന്മാരെ, നിങ്ങളൊക്കെ എഴുതി ഒപ്പുവെച്ച ആ ഉത്തരവ് നിങ്ങളൊന്ന് ഓർക്കണം. നിങ്ങൾക്കത് നടപ്പാക്കാൻ കഴിയുന്നില്ല. ഈ കഷ്ടം. പൗവത്തിൽ പിതാവിന്റെ ആത്മാവ് നിങ്ങൾ ഭീരുക്കളായി ഈ എറണാകുളത്തെ വിമതരുടെ തോന്നിവാസങ്ങൾക്ക് നിങ്ങൾ ചെവി കൊടുത്ത് അവർക്ക് നിങ്ങളുടെ വ്യക്തിത്വം അടിയറ വയ്ക്കുകയാണെങ്കിൽ പൗവത്തിൽ പിതാവിന്റെ ആത്മാവ് നിങ്ങൾക്ക് മാപ്പ് തരില്ല. കല്ലറങ്ങാട്ട് പിതാവേ, ചരിത്രം നിങ്ങൾക്ക് മാപ്പ് തരില്ല. നന്ദി, നമസ്കാരം.